ഇന്നത്തെ വചന കേൾവി കൊണ്ട് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒന്നാമതായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. രണ്ടാമതായി പാപികളുടെ ഹൃദയത്തിന് മാറ്റം വരണം, പാപമോചനം ലഭിക്കണം. മൂന്നാമതായി ദൈവജനം ശക്തിപ്പെടുകയും പ്രത്യാശയിൽ നിറയുകയും അനുഗ്രഹീതപൂർണമായ ജീവിതം നയിക്കുവാൻ കൃപ നൽകപ്പെടുകയും ചെയ്യണം. അതിനായിട്ട് ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ശ്രവിക്കേണ്ടതിന് ഇന്നത്തെ വചന ശുശ്രൂഷയുടെ ആവശ്യത്തിലേക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളെ നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ആമേൻ. ഈ വേദഭാഗം ക്രൈസ്തവ ജനതയ്ക്ക് സുപരിചിതമാണ്. എഫേസ്യ ലേഖനം പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് ദൈവാത്മാവ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവജനത്തോട് അരുളി ചെയ്യുന്ന ചില യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഈ സുവിശേഷത്തിൻ്റെ ശബ്ദത്താൽ ഒരു പാപിയുടെ ഹൃദയത്തിന് എങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ലേഖന പശ്ചാത്തലത്തിലേക്ക് ഞാൻ പ്രാരംഭമായിട്ട് പ്രവേശിക്കുന്നില്ല. ഈ ലേഖനത്തെക്കുറിച്ച് ഒരുവിധം എല്ലാവരും തന്നെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നാം അറിയുന്നത് പോലെ എഫസോസ് എന്ന് പറയുന്ന പട്ടണം 1-ാം നൂറ്റാണ്ടിലെ ലോക അത്ഭുതങ്ങളിൽ ഒരത്ഭുതമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവിയുടെ മഹാക്ഷേത്രം അവിടെ ഉള്ളതുകൊണ്ട് വിശ്വം പ്രസിദ്ധമായിരുന്നു ഈ എഫസോസ് പട്ടണം. ഫ്രുഗ്യൻ അടിമകളും അതുപോലെ തന്നെ കച്ചവടക്കാരും അതുപോലെ തന്നെ ഗ്രീക്ക് ബുദ്ധിജീവികളും റോമൻ എക്സ് മിലിറ്ററിക്കാരുമെല്ലാം തിങ്ങി നിറഞ്ഞിരുന്ന എഫസോസ് പട്ടണത്തിൽ ദേവദാസികളുടെ ധാരാളം കൂട്ടമുണ്ടായിരുന്നു. തുറന്നു പറഞ്ഞാൽ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ ഈ ദേവാലയത്തിന് ചുറ്റും ധാരാളമുണ്ടായിരുന്നു. അതുകൊണ്ട് അക്രമവും അരാജകത്വവും എല്ലാം നിടമാറിയിരുന്ന, മന്ത്രവാദവും ദുർനടപ്പുമെല്ലാം ആടിയിരുന്ന ഒരു പട്ടണമായിരുന്നു എഫസോസ് പട്ടണമെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഏറെ വിശദീകരിക്കുന്നില്ല. ഈ പട്ടണത്തിലേക്ക് മഹാനായ പൗലോസിൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയിൽ സുവിശേഷത്തിൻ്റെ ശബ്ദം കടന്നു ചെന്നു. ഇത് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള പാപികളായ മനുഷ്യർ, ഈ ആലയത്തിന് ചുറ്റിപ്പറ്റി ജീവിച്ചവർ, അടിമകൾ, ഉടമകൾ, എല്ലാ നിലയിലുമുള്ളവർ, സമ്പന്നന്മാർ, ദരിദ്രന്മാർ, അനേകർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവജനം ചേർന്ന് അവിടെ കൂടി വന്ന സഭയാണ് എഫസോസിലെ അല്ലെങ്കിൽ എഫെസ്യ സഭ എന്ന് നാം വായിക്കുന്ന ഈ സഭ. എന്നാൽ റോമൻ കാരാഗ്രഹത്തിൽ കടന്ന് 10 വർഷത്തിന് ശേഷം നാം ഇന്നലെ ഓർത്തതുപോലെ പൗലോസ് ഈ ലേഖനം എഴുതി. ആർക്ക്? എഫെസിലുള്ള ദൈവജനത്തിന് എഴുതിയപ്പോൾ അവരോട് പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഇന്നെനിക്ക് എൻ്റെ മുമ്പിൽ ആഗതരായിരിക്കുന്ന ദൃശ്യമാധ്യമത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന, ദർശിക്കുന്ന എല്ലാ ദൈവജനത്തോടും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഓർമ്മിപ്പിക്കുവാനുള്ളത്. പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ 2 കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പഴയ മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഒരു പുതിയ മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു പഴയ മനുഷ്യൻ, രണ്ടാമത് ഒരു പുതിയ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, അന്നുള്ള ആ കാലഘട്ടത്തിലെ എഫസോസ് പട്ടണത്തിലെ മനുഷ്യരുടെ മുമ്പിൽ അവർ കണ്ടിട്ടുള്ള ദേവീ ദേവന്മാരെക്കാൾ,
അവർ കണ്ടിട്ടുള്ള സാമ്രാജ്യ സാട്ടുകളെക്കാൾ, അവർ കണ്ടിട്ടുള്ള സൈന്യാധിപന്മാരെക്കാൾ, അവർ കണ്ടിട്ടുള്ള അധികായകന്മാരായ മനുഷ്യരെക്കാൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പഴയ മനുഷ്യനുണ്ട്. അവൻ്റെ സ്വഭാവത്തെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലോകം കണ്ടിട്ടുള്ള, കാലം കണ്ടിട്ടുള്ള, ചരിത്രം കണ്ടിട്ടുള്ള മറ്റേതൊരു വ്യക്തിയെക്കാളും ദൈവം അവതരിപ്പിച്ച ഒരു പുതിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് പൗലോസിൻ്റെ ഉദ്ദേശം. ഇത് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ലോകത്തിലുള്ള എല്ലാ ദൈവജനത്തോടും ബൈബിൾ അലംഘനീയമായിട്ട്, വളരെ വ്യക്തമായിട്ട്, ശക്തമായിട്ട് പെരുമ്പറ മുഴക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആ പഴയ മനുഷ്യൻ ആരാണ്? അതാണ് നാം ആദ്യം അന്വേഷിക്കേണ്ടത്. ആരാണ് ബൈബിൾ അവതരിപ്പിക്കുന്ന പൗലോസ് പറഞ്ഞ 22-ാം വാക്യത്തിൽ പറഞ്ഞ വഷളായിപ്പോയ പഴയ മനുഷ്യൻ? ആ മനുഷ്യനെയാണ് നാം ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആ മനുഷ്യനെ നാം അന്വേഷിച്ചു പോകുകയാണെങ്കിൽ, ശാസ്ത്രം അന്വേഷിച്ചു പോയി ആ പഴയ മനുഷ്യനെ, ശാസ്ത്രം അന്വേഷിച്ച് ചെല്ലുകയുണ്ടായി. അവർ ചെന്നെത്തിയ സ്ഥലമാണ് ഈ കുവൈറ്റിൻ്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന ഇറാൻ, ഇറാഖ് എന്ന് പറയുന്ന പൂർവ്വദേശം, മെസോപ്പൊട്ടോമിയ. അവിടെ ചെന്ന് നിൽക്കുകയുണ്ടായി. അവർ പരിശോധിക്കുകയുണ്ടായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫോസിലുകളെല്ലാം എടുത്തുകൊണ്ടുവന്ന് അവർ പരിശോധിച്ചിട്ട് മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇതാണ് ആ പഴയ മനുഷ്യൻ. പക്ഷേ മനുഷ്യന് തെറ്റുപറ്റി. പ്രിയപ്പെട്ടവരെ, അതല്ല പഴയ മനുഷ്യൻ. വീണ്ടും അന്വേഷണങ്ങൾ ആരംഭിച്ച് ഇവിടുത്തെ ശാസ്ത്ര പടുക്കൽ ചെന്ന് നിന്നു. ഡാർവിന്റെ സിദ്ധാന്തത്തിൽ പറഞ്ഞു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ജാവ മനുഷ്യൻ, ആദ്യ മനുഷ്യൻ, പീക്കിംഗ് മനുഷ്യൻ, നിയന്ത്രത്താൽ മനുഷ്യൻ, അവസാനം പറഞ്ഞു ഹോമോ സാഫിയൻസു എന്ന് പറയുന്ന അവസാന മനുഷ്യൻ. അതിൽ നിന്ന് പരിണമിച്ചാണ് ഇന്നത്തെ മനുഷ്യൻ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ശാസ്ത്രം തന്നെ തെളിയിച്ചു. രണ്ടു കൂട്ടരും ഒരേ പാലത്തിലൂടെ യാത്ര ചെയ്ത് ആണെന്നും അല്ലെന്നും അവർ തെളിയിച്ചു കൊണ്ടിരുന്നു. മനുഷ്യൻ, ആദ്യ മനുഷ്യൻ, അതൊരു കുരങ്ങാണെന്നും ആ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്നും ശാസ്ത്രം വെളിപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം തന്നെ പറഞ്ഞു. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം, മനുഷ്യനുമായിട്ട് കുരങ്ങിന് യാതൊരു ബന്ധവുമില്ല. അവൻ്റെ പേര് മർക്കടൻ എന്നാണ്. തനി വട്ടാണ്, അതിന് ഭ്രാന്താണ്. പ്രിയപ്പെട്ടവരെ, അതല്ല മനുഷ്യന്റെ പൂർവികൻ. കുരങ്ങാണെന്ന് പറഞ്ഞു. കുരങ്ങും മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചു. കാരണം എന്താണെന്നറിയാമോ? പ്രസവത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ അമ്മമാരുടെ പ്രസവത്തിൻ്റെ കാര്യത്തിൽ, പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞിരിക്കുന്നത് മുയൽ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. മനസ്സിലാക്കണം, ശാസ്ത്രം പറഞ്ഞതാണ്. കുരങ്ങായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ മുലപ്പാലിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രം തെളിയിച്ചത് കഴുതപ്പാലാണ്. അതെ, അല്ലാണ്ട് കുരങ്ങിൻ്റെ പാലല്ല ആർക്ക് കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കഴുതപ്പാലാണ്. ശാസ്ത്രം തെളിയിച്ചു. ഇനി അടുത്തത് കണ്ണിൻ്റെ കാര്യത്തിൽ ഏത് മൃഗമാണ്? കണ്ണിൻ്റെ കാര്യത്തിൽ മനുഷ്യന് മാറ്റിവെക്കാൻ കഴിയുന്നത് ആടിൻ്റെ കണ്ണാണ്. എൻ്റെ സുഹൃത്ത് വെച്ചിട്ടുണ്ട്. കാഴ്ച ലഭിക്കുകയില്ല, കണ്ടാൽ അറിയുകയില്ല. കുരങ്ങിൻ്റെ അല്ല. നടക്കുന്ന കാര്യത്തിൽ ആരാണ്? കുരങ്ങ് നടക്കുന്നത് പോലെയാണോ മനുഷ്യൻ നടക്കുന്നത്? അല്ല. നടക്കുന്ന കാര്യത്തിൽ ശാസ്ത്രം പറയുന്നത് കരടിയാണ്. പരിശോധിച്ച് നോക്കണം. മറ്റൊരു കാര്യം, ഇഷ്ടപ്പെടുകയില്ല, ഇഷ്ടപ്പെട്ടേ മതിയാകുകയുള്ളൂ. മനുഷ്യൻ്റെ രക്തവും ഏത് മൃഗത്തിൻ്റെ രക്തമാണെന്നറിയോ ചേരുന്നത്? പന്നിയുടെയാണ്. ശാസ്ത്രം തെളിയിച്ചു. ഈ കഴിഞ്ഞ ദിവസം US-ലെ ബൾട്ടോറിയയിൽ, മേരിലാൻഡ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അവരൊരു കാര്യം ചെയ്തു. ഓൺലൈൻ പത്രം വഴി നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. മലയാള മനോരമ കഴിഞ്ഞ മാസത്തെ 24-ാം തീയതിയിലത്തെ പത്രത്തിൽ വെളിപ്പെടുത്തിയതാണ്. ഒരു പന്നിയുടെ ഹൃദയം ലോറൻസ് എന്ന് പറയുന്ന 58-കാരന് മാറ്റിവെച്ചു. വായിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, കുരങ്ങിൻ്റെ അല്ല, ജനിതക മാറ്റം വരുത്തിയ ഹൃദയം മാറ്റിവെച്ചു എന്ന് പത്രം വെളിപ്പെടുത്തുകയുണ്ടായി. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ആദ്യത്തെ മനുഷ്യൻ കുരങ്ങല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ശാസ്ത്രം പറയുന്നു. പരിണമിച്ചുണ്ടായതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ലോകവും കാലവും ചരിത്രവും കണ്ട മനുഷ്യൻ എഴുതി തള്ളിയ, പഴമയുടെ പഴമക്കാർ പറയുന്ന പുസ്തകമെന്ന് എഴുതി തള്ളിയ വിശുദ്ധ ബൈബിൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ജ്ഞാനികളെല്ലാം ഈ പുസ്തകത്തെ കടങ്കഥയെന്നും കഥയെന്നും പറയുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ഈ പുസ്തകത്തിലൂടെ മാനവരാശിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ജ്ഞാനപീഠത്തിലേറി ജ്ഞാനത്തിന്റെ അത്യുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന മനുഷ്യനോട് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തു, അല്ലയോ മനുഷ്യ, നിന്റെ പൂർവികൻ കുരങ്ങല്ല. പിന്നെ ആരാണ്? ഇവൻ അന്വേഷിച്ച് ചെന്നതാണ് മെസോപ്പൊത്യോമിയിൽ ഇവൻ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവിടുത്തെ ഭാഷാ പണ്ഡിതന്മാരായിരിക്കുന്ന ക്നോറോസോവും ഐരാവതം മഹാദേവനും ഫാദർ ഹെരസും AL വാർഡിലും പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്:
അല്ലയോ ജനങ്ങളെ, ലോകത്തിൽ 3 ഭാഷയേ ഉണ്ടായിട്ടുള്ളൂ. ആ ഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹമറ്റിക്, സെമറ്റിക്, യാഫെത്യൻസ്. ഹമറ്റിക്, സെമറ്റിക്, യാഫെത്യൻസ്. യാഫെത്യൻസ് എന്ന് മറ്റൊരു പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് തുറേനിയൻ എന്ന് പറഞ്ഞാൽ ഇവരാരാണ് അറിയുകയില്ല. അവരന്വേഷിച്ചു. ചരിത്രം, ശാസ്ത്രം, ആർക്കിയോളജിക്കൽ വിഭാഗം. അവർ ചെന്ന് നിന്നത് എവിടെയാണെന്നറിയാമോ? ഏകദേശം BC 2700 ഇപ്പുറത്തേക്കുള്ള കാലഘട്ടത്തിൽ മനുഷ്യന്റെ സംസ്കാരങ്ങൾ ചെന്ന് നിന്നു. അവരധ്യായങ്ങൾ അടച്ചു. പക്ഷേ തുറക്കപ്പെട്ട ഒരു അധ്യായമുണ്ട്, അതാണ് വിശുദ്ധ ബൈബിൾ. ആരാണ് ഈ ഹമറ്റിക്, സെമിറ്റിക്, യാഫേത്യൻസ്? ആർക്കിയോളജിക്കൽ വിഭാഗം, സയന്റിസ്റ്റുമാർ. അവരന്വേഷിച്ചു. നരവംശ സയന്റിസ്റ്റുമാർ അവരന്വേഷിച്ചു ഏത് വിഭാഗമാണിവർ. പ്രിയപ്പെട്ടവരെ, അവരും വഴിമുട്ടി. പക്ഷേ ബൈബിൾ വഴി തുറന്നു. ഇതൊരു കഥ പറയുന്ന പുസ്തകമല്ല. ചരിത്രാതീത കാലത്തെ ചരിത്രം പറയുന്ന, കാലവും ലോകവും കണ്ട, ചരിത്രം കണ്ട ഇതുപോലത്തെ ഒരു പുസ്തകമില്ല. ക്രിസ്ത്യാനികളുടെ മാത്രം പുസ്തകമല്ല ഇത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലേതെല്ലാം ഭാഷയുണ്ടോ, ജാതി ഉണ്ടോ, വർഗമുണ്ടോ, വംശമുണ്ടോ, അവർക്കെല്ലാവർക്കും കൊണ്ടു നടക്കുവാൻ, പഠിക്കുവാൻ, വായിക്കുവാൻ കഴിയുന്ന, കാലവും ചരിത്രവും കണ്ട, മതത്തിന് വെളിയിൽ നിന്ന് സംസാരിക്കുന്ന, തിരുവെഴുത്താകുന്ന, സത്യഗ്രന്ഥമാകുന്ന, യഹോവയുടെ പുസ്തകമാകുന്ന ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ വേറെയില്ല. ഇത് പൂജിക്കുവാനുള്ളതല്ല എന്ന് ആവർത്തിച്ച് പ്രസംഗിച്ച പ്രസംഗന്മാരെ നമുക്കറിയാം. അതെ, ശരിയാണ്. ഇത് പഠിക്കുവാനുള്ള പുസ്തകം, മനുഷ്യനെ മാറ്റിമറിക്കുന്ന പുസ്തകം. നിങ്ങളോട് പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തെ പോലും, നാടിന് വേണ്ടാത്ത, വീടിന് വേണ്ടാത്ത, വീട്ടുകാർക്ക് വേണ്ടാതിരുന്ന എൻ്റെ ജീവിതത്തെ പോലും മാറ്റിമറിച്ച ലോകത്തിലെ ഒരേ ഒരു പുസ്തകം, അതാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടായത് അതറിയണമെങ്കിൽ ബൈബിൾ ഇത് കഥയാണെന്ന് വിശ്വാസ കുടുംബത്തിലുള്ളവർ പോലും പറയുന്നവരുണ്ട്. ഇത് ചരിത്രമല്ല, ഇത് കഥയാണെന്ന് ഇത് വിശ്വസിക്കുന്നവരുടെ മക്കൾ പോലും വിധി എഴുതിയിട്ടുണ്ട്. തെറ്റാണ് പ്രിയപ്പെട്ടവരെ. ഇത് കഥാപുസ്തകമല്ല, കഥാപാത്രങ്ങളടങ്ങുന്ന ചരിത്രഗ്രന്ഥമാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണം കൊണ്ട് ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്കുകൾ, വചനം, അതാണിത്. ഇത് ജീവനുള്ളതാണ്. മലയാള മനോരമയോ ഒന്നും വേണ്ട, ഷേക്സ്പിയറിന്റെ നോവലോ അങ്ങനെയുള്ള നോവലുകളോ നമ്മുടെയുള്ള കഥാപുസ്തകങ്ങളോ വായിച്ചിട്ട് ആർക്കും മാനസാന്തരം വന്നിട്ടില്ല. ആരുടെ ജീവിതത്തിനും മാറ്റം വന്നിട്ടില്ല. ലോകത്തിൽ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബൈബിളല്ലാതെ മറ്റൊരു പുസ്തകമില്ല. സ്തോത്രം. ഇവിടെയാണ് സ്തോത്രം പറയേണ്ടത്. കാരണം ഇതാണ് ബൈബിൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബൈബിൾ അവതരിപ്പിക്കുകയാണ്. ആ ആദ്യ മനുഷ്യൻ ആരാണ്? അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായത്തിന്റെ 26 വാക്യം നമുക്കറിയാം. എന്താണ്? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഈ ഭൂമിയുടെ അറുതികളിൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കുടിയിരുന്ന് വാസം ആരംഭിക്കുവാൻ അതിരുകളും നിവാസങ്ങളും സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചത് ഭൂമിയിൽ ഒരുവനിൽ നിന്നാണ്. ആ ഒരുവൻ കുരങ്ങല്ലെന്നേ. ആ ഒരുവൻ, അവനാരാണ് ആ ഒരുവനെ കുറിച്ച് നാം വീണ്ടും ബൈബിളിനോട് ചോദിച്ചാൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയും. നമുക്കറിയാം, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ്, നാം എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം, അവൻ ആരാണ്? അതാണ് ആദിയിൽ ലേഖനിൽ തൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 1:27. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ഈ മണ്ണുകൊണ്ട് ഈ പൊടിയെടുത്ത് കുഴച്ച് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അതാണ് ആദ്യത്തെ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ കുറിച്ച് 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 45 മുതൽ 47 വരെ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു പോവുകയാണ് സമയത്തിന്റെ അപര്യാപ്തത കൊണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഒടുക്കത്തെ ആദാം മണ്ണുകൊണ്ടുള്ളവൻ, ഈ ഭൂമിയിൽ നിന്നുള്ള ആദ്യത്തെ ആദാം മണ്ണുകൊണ്ടുള്ളവൻ, ഈ ഭൂമിയിൽ നിന്നുള്ളവൻ. ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ ആദാം, ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ. ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ശാസ്ത്ര പൊങ്കവന്മാർക്ക്, രാഷ്ട്രീയ മീമാംസകൾക്ക്, വിദ്യാഭ്യാസത്തിന്റെ പീഠത്തിലേറി അട്ടഹസിക്കുന്ന ലോകത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് സ്വർഗത്തിലെ ദൈവം അവതരിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരാങ്കുലികൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന്റെ മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ, ഒറ്റ ജോഡി മനുഷ്യൻ. അവനാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. ഈ മനുഷ്യൻ നല്ല മനുഷ്യൻ, കുലപാതകം എന്തെന്നറിയാത്ത മനുഷ്യൻ, മോശമായ ജീവിതം എന്തെന്നറിയാത്ത മനുഷ്യൻ, മദ്യം കണ്ടുപിടിക്കാത്ത മനുഷ്യൻ, മദ്യപിക്കാത്ത മനുഷ്യൻ, മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അഴുക്കാകാത്ത മനുഷ്യൻ, വഷളാവാത്ത മനുഷ്യൻ, നല്ല മനുഷ്യൻ, സ്നേഹമുള്ള മനുഷ്യൻ, സന്തോഷം അനുഭവിക്കുന്ന മനുഷ്യൻ, സമാധാനം അനുഭവിക്കുന്ന മനുഷ്യൻ. ഇവനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ദൈവത്തോട് കൂടെ ജീവിച്ച മനുഷ്യൻ. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവ സാമീപ്യത്തിൽ ജീവിച്ച മനുഷ്യൻ. പക്ഷേ
ബൈബിൾ പറയാണ് 22-ാം വാക്യത്തിൽ, വഷളായിപ്പോയ ചതിക്കപ്പെട്ട പഴയ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശാസ്ത്രം അംഗീകരിക്കാത്തൊരു യാഥാർത്ഥ്യം. ഈ മനുഷ്യൻ വഷളായിപ്പോയി. ഈ മനുഷ്യൻ വഷളായിപ്പോയി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം വായിച്ചു നോക്കിയാൽ മതി. അവിടെ ഇങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്: നിന്റെ ആദ്യ പിതാവ് എന്നോട് പാപം ചെയ്തു. ഇവിടുത്തെ ഏതെങ്കിലും സഭയുടെ പിതാവാണോ? ഏതെങ്കിലും സഭാവിഭാഗത്തിലെ ആദ്യത്തെ മനുഷ്യനാണോ? അല്ല. നിന്റെ ഈ ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും, ഈ ബൈബിൾ എടുത്ത് നിവർത്തിയാൽ അതിലൂടെ കണ്ണോടിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും, ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയോടും സ്വർഗത്തിലെ ദൈവത്തിന്റെ വിശ്വപ്രഖ്യാപനമാണ്: നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആദ്യ പിതാവ് എന്ത് ചെയ്തു എന്നുള്ളത് ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവർ ആദാമിനെ പോലെ നിയമത്തെ ലംഘിച്ചു, അവർ വിശ്വാസപാതകം ചെയ്തു. ആദാമിനെ പോലെ ദൈവം വെച്ച നിയമത്തെ അവർ ലംഘിച്ചു. ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞത്. ആദാം ചെയ്ത കാര്യം, ആദാം എന്താണ് ചെയ്തത്? നിയമത്തെ ലംഘിച്ചു. അതാണ് ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത്. ഞാൻ വരാം. ഇത് നമുക്ക് ബാധകമല്ലല്ലോ, അല്ലേ? ഇത് വേറെ ആർക്കോ ബാധകമാണ്. നമുക്കിതൊന്നും ബാധകമല്ല. നമ്മൾ നിയമത്തെ ലംഘിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, നാം നിയമത്തെ ലംഘിക്കുന്നുണ്ട്. ആദാം ചെയ്തതുപോലെ നിയമത്തെ ലംഘിക്കുന്നുണ്ട്. വഷളായിപ്പോയ പഴയ മനുഷ്യൻ, ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ. ആ മനുഷ്യന് സംഭവിച്ചത് എന്താണ്? അതാണ് എഫേസ്യ ലേഖനം 4:18 മുതൽ. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് പഴയ മനുഷ്യൻ. ആ മനുഷ്യൻ ചെയ്തത് നിയമത്തെ ലംഘിച്ചപ്പോൾ, ദൈവത്തോട് പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്, അവൻ ജീവനിൽ നിന്ന് അകന്നുപോയി. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണെന്നറിയാമോ? പാപം ഇവനിലേക്ക് ഇരച്ചു കയറുകയുണ്ടായി. പാപം അവനിലേക്ക് ഇരച്ചു കയറിയപ്പോൾ സംഭവിച്ചത് ഇതാണ്. ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണ് മാരകമായ വിഷം? ആ വിഷം സൈനൈഡാണ്, അല്ലേ? അതിൻ്റെ രുചി അറിയുവാൻ അത് നിർമ്മിച്ചെടുത്ത സയന്റിസ്റ്റ് ഒരു തുണ്ടെടുത്ത് നാവിൽ വെച്ചിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് എഴുതുവാനായിട്ട് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, യെസ് എന്നൊരു അക്ഷരമല്ലാതെ പിന്നെ എഴുതുവാൻ ആൾക്ക് കഴിഞ്ഞില്ല. എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് ലോകം ഇതുവരെ അത് അനുഭവിച്ചവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ക്ഷണപ്രഭമാണ് മരണം, പെട്ടെന്നായിരിക്കും. ഇതാണ് ആ പോയസിൻ്റെ സ്പീഡ്. നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്കറിയുമോ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? കളിയായിട്ടെടുക്കരുത്, കാര്യമായിട്ടെടുക്കണം. മോഹത്താൽ മോഹം ഗർഭം ധരിച്ച് ആദാം പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്, പാപം കാളകൂട വിഷം സൈനൈഡിനേക്കാൾ ഹൈ സ്പീഡിൽ മനുഷ്യനിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. മനുഷ്യൻ അടിമുടി ആഘാത ചൂടം പാപത്തിന് വിധിക്കപ്പെട്ടു, പാപത്തിന് അടിമയായി മാറി. പാപം പ്രവേശിക്കുന്നത് രക്തത്തിലൂടെ അല്ല. പ്രിയപ്പെട്ടവരെ, പാപം എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായി തീരുമ്പോൾ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എങ്ങനെയാണ് പാപം മനുഷ്യനിലേക്ക് പകരപ്പെടുന്നത്? സ്വഭാവത്തിലൂടെ. ഞാൻ തെളിയിക്കാം. DNA, ഡീഓക്സിറൈബോന്യൂക്ലിക് ആസിഡ്. നമുക്കറിയാം, DNA വഴി ഒരു പിതാവിൽ നിന്ന് മാതാവിലൂടെ ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി തീരുമ്പോൾ ആ കുഞ്ഞിന് കിട്ടുന്നതാണ് 23 ജോഡി ക്രോമോസോമുകൾ വഴി സ്വഭാവം, നിറം, ഉയരം, നടത്തം എല്ലാം അപ്പൻ്റെ ആയിരിക്കും, ഇല്ലേ? ശരിയാണ്. ഇതെല്ലാം കിട്ടുന്നത് ഈ DNA വഴി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നുണ പറയാൻ പഠിപ്പിക്കാറുണ്ടോ? കുവൈറ്റിലെ ഏതെങ്കിലും സ്കൂളിൽ നുണ പറയാൻ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ അന്തസ്സായിട്ട് നുണ പറയും, ഇല്ലേ? നല്ല നുണ പറയും. ദേഷ്യം വരാറില്ലേ? നമ്മൾ പഠിപ്പിച്ചിട്ടാണോ? ദേഷ്യം വരുന്നത് നമ്മൾ പഠിപ്പിച്ചിട്ടാണോ? ചെറിയ കുഞ്ഞിനെ ഒന്ന് കളിപ്പാട്ടം കൊടുത്ത് കളിപ്പിച്ച് നോക്കിയിട്ട് കൊടുക്കാതിരുന്ന് നോക്കുക, അത് ദേഷ്യപ്പെടും. ഇതാര് പഠിപ്പിച്ചു? സ്വഭാവത്തിലൂടെ, ജനിതക ഘടകത്തിലൂടെ പാപം മനുഷ്യരിലേക്ക്. ഇത് സാത്താൻ അറിയാം, അവൻ ബുദ്ധിമാനാണ്, അവനറിയാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപം മനുഷ്യനിലേക്ക് പ്രവേശിച്ച് അഖില മാനവരാശി, ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ച അഖിലാണ്ടത്തിലുള്ള സർവ്വ മനുഷ്യരും പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇവിടുത്തെ ആത്മീക ഗോളങ്ങളിലെ അധികായകന്മാരായ മനുഷ്യരും ലോകവും കാലവും കണ്ട പുരോഹിത വർഗവും ലോകവും കാലവും കണ്ട ചരിത്രത്തിലുള്ള രാജാക്കന്മാരുടെ വർഗവും അതുപോലെ ദരിദ്രന്റെ വർഗവും എല്ലാം അതിൻ്റെ ഉള്ളിൽപ്പെടും. എല്ലാവരും ഒരുപോലെ അമ്മയിൽ നിന്ന്
ജനിച്ചവരെല്ലാവരും ഒരുപോലെ പാപത്തിന്റെ കീഴെ അടയ്ക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, വഷളായി പോയ പഴയ മനുഷ്യന്റെ സന്തതികളാണ് ഞാനും നിങ്ങളും. അതിൽ യാതൊരു തർക്കമില്ല. എല്ലാ മനുഷ്യരും പാപത്തിന്റെ അടിമത്വത്തിലാണ്. പ്രിയപ്പെട്ടവരെ, പാപമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അവന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു, അവൻ അജ്ഞാനിയായി പോയി. അവൻ യഥാർത്ഥ ജ്ഞാനം ലഭിച്ചില്ല. യഥാർത്ഥ ജ്ഞാനമാരാണ്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപം അവനിൽ ഗുപ്തമായിരിക്കുന്നു. വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു, കൊലോസ്യ ലേഖനം 2:19, ആ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, ജ്ഞാനം നഷ്ടപ്പെട്ടു. ജ്ഞാനം നഷ്ടപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും പൊട്ടിച്ചിരിക്കും. ടിവി മാധ്യമങ്ങളിലൂടെ, വിദേശ രാജ്യങ്ങളിൽ അഴുക്കാടുന്ന ജനവർഗത്തിന്റെ അഴുക്ക് കണ്ട്, നഗ്നത കണ്ട് പരിഷ്കാരമാണെന്ന് നാം വരെ കൈയടിക്കും, ഇല്ലേ? ഇതാണ് ജ്ഞാനം നഷ്ടപ്പെട്ട മനുഷ്യൻ വിവസ്ത്രനായി നടക്കുന്നത്. പരിഷ്കാരമാണെന്ന് മനുഷ്യൻ വരുത്തി തീർത്തു, അതിന് കൈയടിക്കും നാം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനം നഷ്ടപ്പെട്ടു, യേശുക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു, നിത്യജീവൻ നഷ്ടപ്പെട്ടു, ജീവനിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കാൻ സമയമില്ല. അടുത്ത് പറഞ്ഞു ഹൃദയകാഠിന്യം, അല്ലേ? പറയേ, ഇന്നത്തെ തലമുറ ഹൃദയകാഠിന്യം. സ്വന്തം അമ്മയെ ചേർത്ത് പിടിച്ച് കടാര നെഞ്ചിലേക്ക് താഴ്ത്തിയിറക്കുവാൻ മടിയില്ല. ഹൃദയകാഠിന്യം, പാപം. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തെ നന്നാക്കുവാൻ എൻ്റെ അമ്മ കൊണ്ടു നടക്കാത്ത സ്ഥലങ്ങളില്ല. എത്രയോ പള്ളികൾ, എത്രയോ അമ്പലങ്ങൾ, എത്രയോ നേർച്ചകൾ. എൻ്റെ അമ്മയുടെ കണ്ണീര് വീഴാത്ത ഒരു രാത്രി പോലും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ ഓർത്ത് കരയാത്ത ഒരു ദിനം പോലും എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും എന്നെ ഓർത്ത് കരയുന്ന ഒരമ്മയുണ്ടായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ എൻ്റെ നാട്ടിലൂടെ ഓടി നടന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആർക്കും പിടിച്ചടക്കുവാൻ കഴിയാത്ത ആയുധമുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ച്, മദ്യം ഉപയോഗിച്ച് ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ തന്നെത്താൻ നശിപ്പിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഈ ബിജുവിനുണ്ടായിരുന്നു. തെളിവ് ചുവന്ന മണ്ണ് കിടപ്പുണ്ട്. ഇവിടെ പലരും ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിയാവുന്നവരുമുണ്ട്. എൻ്റെ ജീവിതത്തെ അത് പാപം കീഴടക്കിയിരുന്നു. നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അതാണ് പാപത്തിൻ്റെ ശക്തി. പാപത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി കളയും. തുറന്നു പറയാം, മോശമായ ജീവിതം നയിക്കാൻ യാതൊരു അഴുക്കും ഉണ്ടാകില്ല, ഒരു മടിയും ഉണ്ടാകില്ല. കൊലപാതകം നടത്താൻ അത് വണ്ടി ഓടിക്കുന്ന പോലെയാണ് പ്രൊഫഷണലായിട്ടുള്ളവർ കൊലപാതകം നടത്തുന്നത്. അവർക്കറിയുന്ന ഒരു തൊഴിൽ ചെയ്യുന്നു. ഹൃദയ കാഠിന്യം. പ്രിയപ്പെട്ടവരെ, സ്വന്തം മകളാണോ ആരാണെന്നറിയാതെ പിച്ച് ചീന്തുന്ന പിതാക്കന്മാർ. ഹൃദയ കാഠിന്യം, പാപം, ഹൃദയ കാഠിന്യം. പ്രിയപ്പെട്ടവരെ, പാപത്തിന് അടിമയാണ് മനുഷ്യൻ. അങ്ങനെ പാപത്തിന് അടിമയായ മനുഷ്യൻ അശുദ്ധി. അടുത്ത പറഞ്ഞത് അശുദ്ധി. എന്തിനേറെ വിശദീകരിക്കണം, നമുക്കറിയാം. അശുദ്ധിയെ വിശുദ്ധി പോലെ കൊണ്ടു നടക്കുന്നവർ, എല്ലാവിധ അശുദ്ധിയും ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്തവർ. പ്രിയപ്പെട്ടവരെ, വീണ്ടും അവിടെ പറഞ്ഞു. എന്താണ് പിന്നെ പറഞ്ഞത്? അശുദ്ധി, ദുഷ്കാമം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവദാസന്മാർക്ക് സഭ്യമായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ദുഷ്കാമം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആണോടാണ് അവലക്ഷണമായി പെരുമാറുന്നു. സ്ത്രീയും വിവാഹം കഴിച്ച് തെരുവോരങ്ങളിലൂടെ ലൈംഗിക അരാജകത്തിലൂടെ യാത്ര ചെയ്യുന്നു. അത് കണ്ട ഈ ലോകം പറഞ്ഞു അത് നല്ലതാണ്, അതിന് അംഗീകാരം കൊടുക്കണം. നോക്കണേ, ദുഷ്കാമം, അശുദ്ധി, അജ്ഞാനം, ഹൃദയകാഠിന്യം. ഇതാണ് പാപം. പ്രിയപ്പെട്ടവരെ, ഇതാണ് പാപം. മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാനവരാശി കഴിയും. ഒരു പാസ്റ്റർക്കും കഴിയില്ല, പ്രസംഗിക്കുന്ന എനിക്കും കഴിയില്ല, പുരോഹിതനും കഴിയില്ല, ലോകത്തിലെ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ജയിലുകളിൽ ആത്മീകർ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളോളം തടവുകൾ അനുഭവിക്കുന്നു. പാപം എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നു. വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കൂട്ടുകാരനുണ്ടായി. ആ കൂട്ടുകാരൻ തൻ്റെ ഭാര്യയെ കൊന്നതെങ്ങനെയാണെന്നറിയാമോ? ആൺകുട്ടി തൊട്ടപ്പുറത്തും പെൺകുട്ടി തൊട്ടപ്പുറത്തും അവളുടെ അപ്പുറത്തും കിടന്നുറങ്ങുന്നു. രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നു. ഏകദേശം രാത്രി 2 മണി. ഭാര്യയുടെ കഴുത്തിലെ അടുത്ത് കിടന്നിരുന്ന ചുരിദാറിൻ്റെ ഷാളെടുത്ത് സ്വന്തം ഭാര്യയുടെ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ച് വരിഞ്ഞു മുറുക്കി അവൾ പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിന്ന് എൻ്റെ സുഹൃത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയി തിരിച്ചു വന്ന് ഞാൻ എൻ്റെ സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, പിച്ചു, കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ലടാ.
അവൾ പിടയുമ്പോഴും കൊല്ലരുതെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ ചെയ്തു പോയി. അതാണ് പാപം. ആഗ്രഹമില്ല. അതല്ലേ പൗലോസ് പറഞ്ഞത്, പാപം എന്നെ അവസരം ലഭിച്ചിട്ട് എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ച് എന്ത് ചെയ്യുന്നു? ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നല്ല ഷർട്ട് ഇടാം, നല്ല പാൻറ് ഇടാം, നന്നായി ജീവിക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാം. പക്ഷേ പാപത്തിന്റെ അടിമയാണ് മനുഷ്യൻ. മനുഷ്യനെ പാപമാണ് നിയന്ത്രിക്കുന്നത്. മനസ്സിലാക്കണം. കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ബിജു, കൊന്നുപോയി എന്ന്. അവൻ ആഗ്രഹമില്ലായിരുന്നു, കൊന്നുപോയി. അതാണ് പാപം, പാപത്തിന്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. കൊല്ലത്ത് അമ്പിളി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിച്ചു വീണ കുഞ്ഞിനെ അപ്പോൾ തന്നെ, പത്രവാർത്തയാണ്, അപ്പോൾ തന്നെ ഒരു ബ്ലേഡ് എടുത്തു, അതിൻ്റെ കഴുത്ത് കണ്ടിച്ച് അതിനെ കൊന്നതിന് ശേഷം കുഴിച്ചിട്ടു. പക്ഷെ പോലീസ് നായ കണ്ടുപിടിച്ച് പുറത്തെടുത്തു. ആ സ്ത്രീ പോലീസിനോട് പറഞ്ഞതും ഇതാണ്, സാറേ, കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല, കൊന്നുപോയി. ഇതാണ് പാപം. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യണമെന്ന് ആർക്കും ആഗ്രഹമില്ല. പക്ഷേ മനുഷ്യനെ പാപം കീഴ്പ്പെടുത്തുന്നു. മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6:11-12 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവിടെ പറഞ്ഞു, ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു, സകല മനുഷ്യരും ദൈവത്തിന്റെ മുമ്പാകെ വഴി വഷളാക്കി. ഇവിടെയുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മറ്റുള്ള മതങ്ങളും ലോകത്തിലുള്ള സർവ്വമതങ്ങളും ആ മതത്തിൽപ്പെട്ട സർവ്വ മനുഷ്യരും തങ്ങളുടെ വഴി വഷളാക്കി. ആദാമിന്റെ ലംഘനത്താൽ എല്ലാവരും പാപികൾ, പാപത്താൽ പിടിക്കപ്പെട്ട മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ പാപിയായ മനുഷ്യൻ, പാപത്തിനടിമയായ മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ നിലവിളിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യനിലും പാപം മരണം നടത്തുന്നു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് എന്താണ്? ഒരു വ്യത്യാസവുമില്ല, അതില് ബ്രദറുകാർ വ്യത്യാസമുണ്ടോ, പെന്തക്കോസുകാർ വ്യത്യാസമുണ്ടോ, അതിൽ മർത്തോമക്കാർ വ്യത്യാസമുണ്ടോ, CSIക്കാർ വ്യത്യാസമുണ്ടോ, കത്തോലിക്കർ വിശ്വാസമുണ്ടോ, അത് വ്യത്യാസമുണ്ടോ, യാക്കോബക്കാർ വ്യത്യാസമുണ്ടോ, ഹിന്ദുക്കൾ വ്യത്യാസമുണ്ടോ, മറ്റു മതങ്ങളെല്ലാം പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ പറയാമല്ലോ. പ്രിയപ്പെട്ടവരെ, വല്ല വ്യത്യാസമുണ്ടോ? ആരെങ്കിലും ഒരാളെ കാണിച്ചതാ? ആരുമില്ല. ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും പാപികളാണെന്ന് ബൈബിൾ പറയുന്നു. എല്ലാവരിലും പാപമുണ്ട്. അങ്ങനെ പാപമുള്ള മനുഷ്യനെ പാപം അമർത്തിവെച്ച് അവനെ നിത്യമായ നരകത്തിലേക്ക് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഈ പാപിയായ മനുഷ്യൻ മരിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്കറിയാം അല്ലേ? ഒരു മനുഷ്യൻ മരിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? അവൻ്റെ ശരീരം ഇവിടെ കിടക്കുന്നു, അവൻ്റെ ദേഹിയും ആത്മാവും അവൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. എവിടേക്ക് പോകുന്നു? നമ്മുടെ എല്ലാവരുടെയും വിചാരം നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പോകുകയില്ല. വിശ്വസിക്കാൻ മാത്രം നിവൃത്തിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ, ഏത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ള വ്യത്യാസമില്ല. ഞാനൊരു ബ്രദറൻ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വേർപാട് അനുഷ്ഠിച്ച് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് എൻ്റെ നാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ജനിച്ച മക്കൾ പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ എൻ്റെ അപ്പൻ ഉപദേശിയാണെന്ന് വിചാരിച്ച്, ജനിച്ചത് ഇന്ന സഭയിലാണെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് പോകുകയില്ല, രക്ഷിക്കപ്പെടുകയില്ല. കൈ പൊക്കിയതുകൊണ്ടോ കാൽ പൊക്കിയതുകൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, പാപം എല്ലാ മനുഷ്യരെയും അടക്കി ഭരിച്ച് നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടും. ഇവിടെ ആരാധനാലയങ്ങളുണ്ട്, ധാരാളമുണ്ട്. ഇവിടെ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്, നല്ല നല്ല സ്കൂളുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ മനുഷ്യനെ പാപമോചനം കൊടുക്കുവാൻ, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടിവിപ്പാൻ ഇവിടെ ഒരു സ്കൂളുമില്ല, ഒരു കൗൺസിലിംഗ് സെന്ററുകളുമില്ല, ഒരു മതബോധന കേന്ദ്രവുമില്ല, ഒന്നും തന്നെ ഈ ലോകത്തില്ല. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ച് അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ആരുമില്ല. മദ്യത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്, മയക്കുമരുന്നിന് അടിച്ചായവരെ അതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടുള്ള ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊക്കെയുണ്ട്. മദ്യപാനം മാറിയതുകൊണ്ട് മനുഷ്യൻ പാപിയല്ലാതെയാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയെ കൊല്ലുന്നവൻ മദ്യപിച്ചിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് സ്വന്തം ഭാര്യയെ കൊന്നത് മദ്യപിച്ച് ലക്ക് കെട്ടിയിട്ടല്ല, സുബോധത്തോടെ. അതാണ് പാപത്തിൻ്റെ ശക്തി. കള്ളു കുടിക്കുകയൊന്നും വേണ്ട പാപം ചെയ്യാൻ. കള്ളു കുടിച്ചിട്ടല്ല ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കുന്നത് പാപമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യന് മഞ്ഞപ്പിത്തം വന്നാൽ അതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം അല്ലേ? ഒന്നെങ്കിൽ പനി, അല്ലെങ്കിൽ കണ്ണ് മഞ്ഞച്ചിരിക്കും, അല്ലെങ്കിൽ ഛർദ്ദലുണ്ടാകാം, തലകറക്കം ഉണ്ടാകാം, പലവിധ രോഗങ്ങൾ കാണാം.
അപ്പോൾ തലവേദനയ്ക്ക് ഗുളിക കഴിച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം മാറുമോ? ഇല്ല. പനിക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം മാറുമോ? ഇല്ല. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കഴിക്കണം. അവൻ്റെ കരളിൽ ബാധിച്ചിരിക്കുന്ന മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവൻ്റെ തലവേദന മാറും, ഇവൻ്റെ വയറുവേദന മാറും, ഇവൻ്റെ തലകറക്കം മാറും, ക്ഷീണം മാറും, മൊത്തത്തിൽ മാറും, ആൾ ഉഷാറാവും. എന്ന് പറഞ്ഞാൽ പാപമോചനം ലഭിച്ചാൽ മാത്രമേ ഇവൻ്റെ കള്ളുകൂടി മാറുകയുള്ളൂ. ഞാൻ പറയാം, എൻ്റെ കള്ളുകൂടി മാറ്റാൻ എൻ്റെ അമ്മ എന്നെ ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളിയൊന്നുമല്ല കളിച്ചേക്കണേ, നല്ല കളി കളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് ഈ സ്വഭാവം നന്നാക്കാൻ കൊണ്ട് നടന്നത് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി. എൻ്റെ ഒരു ബന്ധുവുണ്ട്, എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി മന്ത്രവാദിയുടെ മുമ്പിൽ എന്നെ നിർത്തി. ഏകദേശം നിൽക്കാൻ തുടങ്ങിയിട്ട് ഉച്ചവരെ നിന്നു. ടോക്കൺ നമ്പർ വിളിക്കണില്ല. നിന്ന് അടുത്തപ്പോൾ ഞാൻ എൻ്റെ ബന്ധുവിനോട്, നീ പുറത്ത് വാ, തൃശ്ശൂർ പട്ടണമാണ്, പരിപാടിയുണ്ട്, നേരം പോണ്ടേ, നീ വരാൻ പറഞ്ഞു. അടുത്ത ബാറി കയറി ഒരു അല്പം കഴിച്ചേച്ച് ഞാനും എൻ്റെ എൻ്റെ ബന്ധുവും കൂടെ കൂടി തിരിച്ചു വന്നു. എൻ്റെ കള്ളുകൂടി മാറ്റാൻ കൊണ്ടുപോയതാണ്, ഓർക്കണം. അമ്മ അവിടെ ഇരിക്കുകയാണ്. അവസാനം ടോക്കൺ നമ്പർ വിളിച്ചു. മന്ത്രവാദിയുടെ മുമ്പിൽ എന്നെ കൊണ്ടു നിർത്തി. ഒരു സ്ത്രീയാണ്, എന്തൊക്കെയോ പുലഭ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, തിക്കും തിരക്കും, ചെല്ലുന്നവരെല്ലാം വീഴുന്നുണ്ട് താഴത്ത്. പക്ഷേ എന്നോട് മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി. ഏകദേശം 1/2 മണിക്കൂർ ആ സ്ത്രീ വടി ഉപയോഗിച്ച് പല പണിയും പെടുത്തു. ഞാൻ വീണില്ല. എൻ്റെ സ്വഭാവം മാറ്റാൻ കൊണ്ടുപോയതാണ്. പ്രിയപ്പെട്ടവരെ, വീണില്ല. ഒരു മന്ത്രവാദി വിചാരിച്ചാലും മനുഷ്യൻ്റെ ഉള്ളിലെ പാപത്തെ മാറ്റാതെ ഇവൻ വീഴുവോ? ഇവനെ വീഴണമെങ്കിൽ മന്ത്രവും തന്ത്രവും ഇല്ലാതെ, ഒരു കുതന്ത്രവും ഉപയോഗിക്കാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് വന്നിരുന്നു. വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു. നേരെ വാ, നേരെ പോ, പറഞ്ഞാൽ കേട്ടാ നീ നന്നാവും. അവനാണ് യേശുക്രിസ്തു. അവൻ ഹൃദയത്തിൽ വന്നപ്പോഴാണ് എൻ്റെ സ്വഭാവം നന്നായത്. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, സമാധാനത്തോടെ പുറങ്ങുണ്ടാവും. കാരണം എന്താണെന്നറിയോ? ഞാൻ പോയിരിക്കുന്നത് എവിടെയാണെന്ന് അമ്മയ്ക്കറിയാം. പ്രിയപ്പെട്ടവരെ, പാപം അത് പിടിച്ചടക്കിയാൽ അതിൽ നിന്ന് രക്ഷ നേടുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓടിച്ച് പറഞ്ഞു പോകട്ടെ. ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം സംവിധാനങ്ങൾ മനുഷ്യൻ ചെയ്താലും, പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിതനാക്കുവാൻ മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് കഴിയുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പഴയ മനുഷ്യൻ അവനിൽ കുടികൊണ്ടിരിക്കും, പഴയ മനുഷ്യൻ അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും, പഴയ മനുഷ്യൻ്റെ സ്വഭാവമായിരിക്കും അവൻ്റെ പുറത്തേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പഴയ മനുഷ്യൻ ചതിക്കപ്പെട്ട് അവൻ എവിടേക്ക് മാറ്റപ്പെടും? നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടും. ഈ മനുഷ്യനെ രക്ഷിക്കുവാനും യഥാർത്ഥമായ രക്ഷയുടെ വസ്ത്രം നൽകുവാനുമാണ് ലോകത്തിലേക്ക് ആര് വന്നത്? വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നത്. ലോകം ഒരുപാട് പേരെ അവതരിപ്പിച്ചു ഈ മനുഷ്യനെ ഒന്ന് നന്നാക്കിയെടുക്കുവാൻ. മതങ്ങൾ ഒരുപാട് പേരെ അവതരിപ്പിച്ചു ഈ മനുഷ്യനെ ഒന്ന് നന്നാക്കിയെടുക്കുവാൻ. മതങ്ങൾ ഒരുപാട് പ്രമാണങ്ങൾ കൊണ്ടുവന്നു ഈ മനുഷ്യനെ ഒന്ന് നന്നാക്കിയെടുക്കുവാൻ. പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചു. ആ മനുഷ്യനാണ് ബൈബിൾ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 22 മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക. ദൈവം കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു തന്നു. ദൈവം കാണിച്ചു തന്ന പുരുഷൻ, ദൈവം കാണിച്ചു തന്ന പുരുഷൻ. ഇവിടുത്തെ ഇതിഹാസ പുരുഷന്മാരെയെല്ലാം ലോകം കാണിച്ചു തന്നതാണ്. ഇവിടുത്തെ പുരോഹിത പുരുഷന്മാരെയെല്ലാം ഇവിടുത്തെ മതങ്ങൾ കാണിച്ചു തന്നതാണ്. പ്രിയപ്പെട്ടവരെ, ലോകം അവതരിപ്പിച്ച എല്ലാ ദേവീദേവന്മാരെയും പ്രവാചക ഗണങ്ങളെയും എല്ലാം മനുഷ്യൻ കാണിച്ചു തന്നതാണ്. ദൈവം കാണിച്ചു തന്ന, ലോകം കണ്ട, കാലം കണ്ട, ദൈവം അവതരിപ്പിച്ച ഒരേ ഒരു പുരുഷൻ, അവനാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ 30-31 പറഞ്ഞു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ ഒരു സഭക്കാര് നിയമിച്ചതല്ല, ഒരു മതം നിയമിച്ചതല്ല, ഒരു പ്രമാണവും നിയമിച്ചതല്ല, ലോകത്തിലേക്ക് മനുഷ്യരാരും നിയമിച്ചവനല്ല. താൻ നിയമിച്ച പുരുഷൻ, സ്വർഗത്തിലെ ദൈവം നിയമിച്ച പുരുഷൻ, അവനാണ് ആര്? യേശുക്രിസ്തു. അപ്പോൾ ഒരു ചോദ്യം ശാസ്ത്രം ചോദിക്കും, ഇവിടുത്തെ ജ്ഞാനികൾ ചോദിക്കും, ആഹാ, അങ്ങനെയാണെങ്കിൽ പാപം തീണ്ടാത്ത ഏത് മനുഷ്യനാണ് ലോകത്തിലുള്ളത്? പറയണം. അതല്ലേ ക്രിസ്ത്യാനികളോടുള്ള ചോദ്യം. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രിയപ്പെട്ടവരെ ഈ തലമുറയെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ മറ്റു മതങ്ങളെ ആവിർഭവിച്ചെടുത്തവർ മുന്നോട്ട് പോയിരിക്കും, യാതൊരു തർക്കവുമില്ല. ദൈവം അവതരിപ്പിച്ച പുരുഷൻ, അവൻ ആദാമിന്റെ കാളകൂട വിഷം പേറി ജനിച്ചവനല്ല.
അതാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ദൈവം അവതരിപ്പിച്ച പുരുഷനെ കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിൽ ദൂതൻ വന്ന് മറിയോട് പറയുമ്പോൾ മറിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയാതെ, പുരുഷനില്ലാതെ നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെ? ചോദ്യം പല മാധ്യമങ്ങൾ ഇപ്പോഴുണ്ടെങ്കിലും പുരുഷൻ വേണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പുരുഷനെ അറിയായികയാൽ, അപ്പോൾ അവിടെ പറയാണ്, ദൂതൻ പറയാ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, അതാണ് അത്യുന്നതന്റെ ശക്തി. പുരുഷബന്ധം കൂടാതെ കന്യകയിലൂടെ ഉലകത്തിലേക്ക് ജനിച്ച വാഴ്ത്തപ്പെട്ടവനായ സ്വർഗത്തിലെ ദൈവത്വത്തിന്മേൽ രണ്ടാമനായ യേശുക്രിസ്തു വചനമായിരുന്നവൻ, ദൈവമായിരുന്നവൻ മറിയയുടെ ഉദരത്തിലൂടെ ഈ ലോകത്തിലേക്ക് വന്നു. അത് തന്നെയാണ് മത്തായി സുവിശേഷം 1:20 യോസേഫിനോടുള്ള ബന്ധത്തിലും പറയുന്നത്. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാ അവളെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ പുരുഷബന്ധമേൽക്കാതെ, പാപം തീണ്ടാതെ, ചതിക്കപ്പെട്ട പഴയ മനുഷ്യന്റെ, വഷളായിപ്പോയ പഴയ മനുഷ്യന്റെ സ്വഭാവമില്ലാതെ ഉലകത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരുവനില്ല. യേശുക്രിസ്തു അവൻ പാപമില്ലാതെ ജനിച്ചവൻ, പാപരഹിതനായി ജനിച്ചവൻ. വേറെ ആരുണ്ട് ലോകത്തിൽ? പാപരഹിതനായി ജനിച്ചവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുക്രിസ്തു അല്ലാതെ പാപരഹിതനായി ദൈവമായി ജനിച്ചവൻ ആരുമില്ല. അതുകൊണ്ടാണ് അവൻ ദൈവ മനുഷ്യനാണ്, മനുഷ്യ ദൈവമല്ല. യേശുക്രിസ്തു ദൈവ മനുഷ്യൻ, മനുഷ്യ ദൈവമല്ല. യേശുക്രിസ്തുവിന്റെ ജനനം പാപരഹിതം, ചതിയേൽക്കാത്ത, വഷളായി പോകാത്ത മനുഷ്യൻ. മനസ്സിലായോ? ആദ്യത്തെ മനുഷ്യൻ വഷളായ മനുഷ്യൻ, അവരുടെ സന്തതി പരമ്പരകളാണ് നാം. വഷളായിപ്പോയി, നമുക്ക് വഷളായിപ്പോയി. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപിയായി തീർന്നു. എന്നാൽ ആ പാപിയായ മനുഷ്യനെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിച്ച് അവനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ ഒരുവൻ വന്നേ മതിയാകുള്ളൂ. ഹൈന്ദവ പുരാണങ്ങളിലും മറ്റുള്ള മതങ്ങളിലുമെല്ലാം ഒരു പുരുഷനെ പ്രതീക്ഷിച്ചു. ആ പുരുഷനല്ല യേശുക്രിസ്തു, ദൈവം അവതരിപ്പിച്ച പുരുഷൻ. അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. സാധിസാന്ത വിധേയമായ മണ്ണും സനാതന സത്താവിശേഷമായ വിണ്ണും സംയോജിച്ച യേശുക്രിസ്തു നശിച്ചു പോകുന്ന മണ്ണല്ല യേശുക്രിസ്തു. നശിക്കാത്ത വിണ്ണിൻ്റെ ഉടയവനായ ആ വിണ്ണായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു, ഞാൻ ഏറെ പറയുന്നില്ല, ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. യോഹന്നാന്റെ സുവിശേഷം 8:46. അവിടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചോദിച്ച ഒരു ചോദ്യമാണ്. അതാണ് എന്നെയും ത്രസിപ്പിച്ച ചോദ്യം. ഇങ്ങനെയാണ് ചോദിച്ചത്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പ്രിയപ്പെട്ടവരെ, അതിന്റെ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? 21 നൂറ്റാണ്ടുകളായില്ലേ ശാസ്ത്രമേ നിങ്ങളോട് ചോദിക്കുന്നു. 21 നൂറ്റാണ്ടുകളായില്ലേ മതങ്ങളെ നിങ്ങളോട് ചോദിക്കുന്നു. 21 നൂറ്റാണ്ടുകളായില്ലേ ഇസങ്ങളെ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളിൽ ആർ എന്നെ കുറിച്ച്, പാപത്തെ കുറിച്ച് എന്നെ ബോധം വരുത്തും? യേശുക്രിസ്തുവിന്റെ ചോദ്യമാണ്. കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചത് ചോട്ടാ നേതാക്കന്മാരൊന്നുമല്ല. ദൈവസന്നിധിയിൽ ചിറക് വിടർത്തി ദൈവത്തെ ആരാധിച്ചിരുന്ന ലൂസിഫർ എന്ന ആ ദൂതൻ വെട്ടേറ്റ് താഴെ വീണ് വന്ന സാത്താനാണ് യേശുക്രിസ്തുവിനെ ആദ്യമായി പരീക്ഷിച്ചത്. യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ പരീക്ഷണത്തിൽ വീണുപോകും, പാപം ഉള്ളിലുള്ള ആളാണെങ്കിൽ വീണുപോകും. എന്നാൽ യേശുക്രിസ്തുവിന്റെ അഹം ശുദ്ധം, അകത്തു പാപമില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പുറത്തു നിന്ന് സ്വാധീനിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ വീഴുവാൻ കഴിയുകയില്ല. നമ്മളെയൊക്കെ പാപം സ്വാധീനിച്ചാൽ വീണുപോകും. അതാണ് മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു. നാം മോഹിക്കും, പാപം ചെയ്യും. യേശുക്രിസ്തുവിന്റെ അകം ശുദ്ധം, തന്നിൽ പാപമില്ല, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ, വചനം ജഡമായി തീർന്നവൻ. അതുകൊണ്ട് അവനെ പരീക്ഷിക്കാൻ പരീക്ഷയിൽ അവൻ ജയിച്ചു. അതുകൊണ്ടാണ് അവൻ ജയിച്ചത്.
പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പരീക്ഷ ജയിച്ചു വന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? 21 നൂറ്റാണ്ടുകളായില്ലേ യേശു ക്രിസ്തു ചോദിക്കുന്നു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ഒരാൾക്കും യേശു ക്രിസ്തുവിനെ പരിശോധിച്ചവരെല്ലാവരും പറഞ്ഞു, യേശു ക്രിസ്തു നിർദോഷൻ. രാജാറാം മോഹൻ റായ് താൻ എന്താണ് പറഞ്ഞത്? അവൻ വെളിച്ചം പോലെ പ്രകാശം. യേശു ക്രിസ്തു വെളിച്ചം, യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമെന്ന് രാജൻ മോഹൻ റായ് പറഞ്ഞു. വെളിച്ചം പോലെ വിശുദ്ധൻ എന്നാണ് പറഞ്ഞത്. പുറംജാതികളുടെ ജീവാഹാരം എന്നാണ് പറഞ്ഞത്. യഹൂദന്മാരുടെയും പുറംജാതികളുടെയും ജീവാഹാരം. രാജാറാം മോഹൻ റായ്. നമുക്കറിയാം, ഇന്ത്യയിലെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി താൻ എഴുതി വെച്ചു, ഞാൻ അറിയുന്ന ക്രിസ്തു ഹരിജൻ എന്ന പത്രത്തിലും. എന്താണ് എഴുതി വെച്ചെന്നറിയാമോ? ഞാൻ ഇതുപോലൊരു മനുഷ്യനെ പരിചയപ്പെട്ടിട്ടില്ല. എന്നിൽ അഹിംസയുടെ വിശ്വാസം ഊറിയുറയ്ക്കുവാനായിട്ടുള്ള കാരണം യേശു ക്രിസ്തു പ്രസംഗിച്ച മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണെന്ന് താൻ എഴുതി വെക്കുകയുണ്ടായി. ഞാൻ ഇതുപോലെ ഒരു പുരുഷനെ കണ്ടിട്ടില്ല. മഹാത്മാഗാന്ധിജി താൻ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം വിശ്വസിച്ചില്ല, മനുഷ്യത്വം വിശ്വസിച്ചു. അവിടെയാണ് ഇവിടെ നേതാക്കന്മാരെല്ലാം. വോൾട്ടയർ, 18-ാം നൂറ്റാണ്ട് കണ്ട വോൾട്ടയർ, ജാതിയും മതവും വർണ്ണവിവേചനവും നോക്കാതെ സകല മനുഷ്യരെയും സ്നേഹാലിംഗനത്താൽ ചേർത്തണച്ച ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു. വോൾട്ടയർ. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു, ഞാനും സീസറും അലക്സാണ്ടറും വാളുകൊണ്ട് സാമ്രാജ്യങ്ങൾ തീർത്തപ്പോൾ യേശു ക്രിസ്തു സ്നേഹം കൊണ്ട് സാമ്രാജ്യം തീർത്തു. അവനെ പരിശോധിച്ചിട്ട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, സ്വാമി വിവേകാനന്ദൻ എഴുതി വെച്ച സാഹിത്യ സർവം 7 വോള്യം അടങ്ങുന്ന പുസ്തകമുണ്ട്, വായിച്ചു നോക്കണം. അതിൻ്റെ 4-ാം വോള്യത്തിലെ രക്ഷാ അവതാരത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യനായ ഒരുവനെ നിങ്ങൾ ദൈവമായി ആരാധിക്കുന്നുവെങ്കിൽ അതിന് യോഗ്യനായ ഒരുവനെ ഞാൻ കണ്ടിട്ടുള്ളൂ, യേശു ക്രിസ്തു. ഇവരെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ പരിശോധിച്ച് വിശ്വസിച്ച് തലമുടി നാരിഴ കീറി മുറിച്ച് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവനിൽ ഒരു ദോഷവും ഇല്ല, ഇവൻ പരിശുദ്ധൻ. അവരെല്ലാം പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അവൻ്റെ മനുഷ്യത്വത്തിന്മേലായിരുന്നു, അവൻ്റെ ദൈവത്വം അംഗീകരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ലോകത്തിലെ ആർക്കും യഹൂദൻ്റെ പ്രമാണത്തിനോ ലോകത്തിലെ മതങ്ങൾക്കോ കഴിയാത്തൊരു കാര്യമാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു സാധിച്ചെടുത്തത്. അതെന്താണ്? പാപത്തിൻ്റെ പരിഹാരം. പാപത്തെ ലോകത്തിലെ ആർക്കും തോൽപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാവരും പാപത്തിൻ്റെ മുമ്പാകെ പരാജയപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പാപത്തെ തോൽപ്പിച്ചു. എങ്ങനെയാണ് തോൽപ്പിച്ചത്? പിതാവായ ദൈവത്തെ കൊടുത്തിരുന്ന ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിച്ച് തികച്ച്, ഞാൻ ഇന്നലെ ഓർപ്പിക്കുകയുണ്ടായി, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശു ക്രിസ്തു അനുസരണത്തിലൂടെ പാപത്തിന് പരിഹാരം വരുത്തി. നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി എന്നാണ്. നമ്മുടെ പാപമെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. ലോകത്തിലെ സർവ്വ മനുഷ്യരുടെയും പാപം, അഖില മാനവരാശിയുടെയും പാപം, ചതിക്കപ്പെട്ട പഴയ മനുഷ്യന്റെ പാപം, സർവ്വ ദോഷങ്ങളും യേശു ക്രിസ്തുവിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം ചൊരിയുകയുണ്ടായി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ പാപം ചൊരിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, 2-ാം അധ്യായം 23-24, നാം പാപം സംബന്ധിച്ച് മരിച്ച് പാപത്തിന് മരിക്കണം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപത്തിന് മരിക്കണം, നീതിക്ക് ജീവിക്കണം. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശു ക്രിസ്തു പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആ കാൽവറിയുടെ ക്രൂശിൽ യേശു ക്രിസ്തു മുൾമുടിയേറ്റ്, യേശു ക്രിസ്തു അടിയേറ്റ് 3 ആണിമേൽ തൂങ്ങിക്കിടക്കുകയുണ്ടായി. സ്വന്തം തോളിൽ തലചായ്ച്ചുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, യേശു ക്രിസ്തു തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പരമയാഗം നിറവേറുകയായിരുന്നു. ലോകത്തിലെ മതങ്ങൾക്ക് കഴിയാത്ത, ലോകത്തിലെ ഏറ്റവും മുന്തിയ മതമെന്ന് പ്രഖ്യാപിച്ച യഹൂദന്റെ മതത്തിന് കഴിയാത്ത, യഹൂദന്റെ യാഗങ്ങൾക്ക് കഴിയാത്ത, ലോകത്തിലെ ഒരു മതങ്ങൾക്കും കഴിയാത്ത, ഒരു പ്രമാണങ്ങൾക്കും കഴിയാതിരുന്ന പരമയാഗം, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ, വഷളായി പോയ മനുഷ്യനെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിച്ച് പുതിയ ജീവിതം കൊടുക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കാൽവറിയുടെ മരത്തിന്മേൽ, ആ യാഗപീഠത്തിന്മേൽ സ്വർഗത്തിലെ ദൈവമാകുന്ന പുത്രൻ, ആ കുഞ്ഞാടിനെ
യാഗമാക്കി തീർക്കുകയുണ്ടായി. സർവ്വ പാപവും യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തിയിട്ട് യേശുക്രിസ്തുവിനെ പരമയാഗമാക്കി. പാപത്തിന്റെ ശക്തിയെ ആ കാൽവറിയുടെ ക്രൂശിൽ സ്വർഗത്തിലെ ദൈവം തകർക്കുകയായിരുന്നു. പാപത്തിന്റെ കെട്ടുകളെ, മാനവരാശിയെ സാത്താൻ ഏദൻ തോട്ടത്തിൽ വെച്ച് കെട്ടിയ പാപത്തിന്റെ കയറുകളെ, ആ പാപപാശങ്ങളെ ഇതാ യാഗപീഠത്തിന്റെ പശുവിന് മൃഗത്തെ യാഗപീഠത്തിന്റെ കൊമ്പുകളോളം വരിഞ്ഞു മുറുക്കി കെട്ടുക എന്ന് പറഞ്ഞതുപോലെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിന് ക്രൂശിൽ തറച്ചപ്പോൾ സാത്താൻ അട്ടഹസിച്ചു. പാപം വിജയ ശ്രീലാളിതനായി ഉച്ചത്തിൽ ഘോഷിച്ചു. പക്ഷേ യേശു ക്രിസ്തുവിനെ കാൽവറിയുടെ ക്രൂശിൽ തകർത്തതിന് ശേഷം കല്ലറയിൽ അടക്കം ചെയ്ത് 3-ാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ, കല്ലറ പൊട്ടിയപ്പോൾ, കല്ലറയുടെ വാതിലുകൾ തുറന്നപ്പോൾ, ശീലകൾ കീറിപ്പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ, പാപം തോൽക്കുകയുണ്ടായി. ആദ്യത്തെ മനുഷ്യനെ ചതിച്ച, ആദ്യത്തെ മനുഷ്യനെ വഷളാക്കിയ പാപമുണ്ടല്ലോ, പാപത്തിന്റെ ശക്തി തകർന്നു പോകുകയുണ്ടായി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. പാപം പരാജയപ്പെട്ടു. പാപം പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, പാപം പരാജയപ്പെട്ടു. ഈ പാപം പരാജയപ്പെട്ടെടുത്ത് നിന്ന് ചതിക്കപ്പെട്ട മനുഷ്യരെ ബൈബിൾ ആഹ്വാനം ചെയ്യുന്നു. കടന്നു വരിക. അതാണ് 21 നൂറ്റാണ്ടുകളായിട്ട് ഈ KTMCC നടത്തുന്ന കൺവെൻഷന്റെ പ്രധാന ഉദ്ദേശം. ഞാൻ സഹോദരന്മാരായിട്ട് സംസാരിച്ചു. എന്താണ് പ്രിയപ്പെട്ടവരെ, എന്താണ് ഉദ്ദേശം? പാപിയായ മനുഷ്യൻ പാപമോചനം പ്രാപിക്കണം. വിശ്വാസികൾക്ക് എന്ത് ലഭിക്കണം? ജീവിക്കുവാനുള്ള പ്രത്യാശ വർദ്ധിക്കണം, ധൈര്യം ലഭിക്കണം. അതാണ് ഈ കൺവെൻഷന്റെ ഉദ്ദേശം. അതുകൊണ്ട് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ രക്ഷാനിർണയം വന്നിട്ടില്ലെങ്കിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, വ്യക്തമായിട്ട് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി പുതിയ മനുഷ്യനാകുവാൻ യേശുക്രിസ്തു നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് യേശുക്രിസ്തു ഈ വചനത്തിലൂടെ നിങ്ങളുടെ കുടുംബമോ സഭയോ മതമോ വർണ്ണമോ ഒന്നും ചോദിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ചോദിക്കുന്നു. പാപത്തിന്റെ ശക്തിയെ തകർത്ത, പാപത്തെ പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു, നമ്മെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും പാപമോചനം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, പാപിയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ ഉയർത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വരിക. നിങ്ങളുടെ ഹൃദയം കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹൃദയം ഇങ്ങനെ പകരുമോ? അല്ലയോ കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി നീ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ, എന്നെ ഞാൻ നിനക്ക് തരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് കൊടുക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിങ്ങളുടെ ആത്മാവിൽ വസിക്കും. നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരും. പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതാണ് 2 കൊരിന്ത്യർ 5:17. എന്താ പറഞ്ഞേ? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ഓക്കെ, പഴയ സൃഷ്ടി എന്തായിരുന്നു? അപ്പോ പ്രിയപ്പെട്ടവരെ, പഴയ സൃഷ്ടികൾ ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, നിങ്ങൾക്ക് പുതിയ സൃഷ്ടിയാകുവാൻ ഒരു അവസരം ദൈവം തന്നിരിക്കുന്നു. ഇതാ പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, ഒരു പുതിയ മനുഷ്യനാകുക. ഞാനൊരു പുതിയ മനുഷ്യനായി. നീ സംശയമുണ്ടെങ്കിൽ ചുവന്ന മണ്ണിൽ ചെന്ന് ചോദിച്ചു നോക്കുക. ഒരു പുതിയ മനുഷ്യനായി മാറി. പരസ്യയോഗത്തിനൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിയൊക്കെ ഇവന് വട്ട് പിടിച്ചെന്നാ പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞാൻ നടന്നു പോയ വഴികളുണ്ടായിരുന്നു, എന്നെ മാടി വിളിച്ച കൈകളുണ്ടായിരുന്നു, ഞാൻ വേദനിപ്പിച്ച ഹൃദയങ്ങളുണ്ടായിരുന്നു. അതിൽ നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഴയ ബിജുവല്ല, ഒരു പുതിയ ബിജു. ആ വഴിമടക്കുകളിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ വിളിച്ച ശബ്ദങ്ങളുണ്ടായിരുന്നു, പഴയ വിളി. ഞാൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, പുതിയ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്കൊരു പുതിയ മനുഷ്യനായി മാറാൻ കഴിഞ്ഞു. ഇതിൽ കൂടുതൽ സാക്ഷ്യം വേറെയില്ല. ഒരു പുതിയ മനുഷ്യനാകുവാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ പുതിയ മനുഷ്യനായവരോട് ദൈവവചനം എന്തു പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പുതിയ മനുഷ്യനായവരോട്, പുതിയ സൃഷ്ടിയായി തീർന്ന വിശ്വാസിയോട് ദൈവവചനം പറയുകയാണ്. നമുക്ക് മടങ്ങി വരാം, നമ്മുടെ പോർഷനിലേക്ക് മടങ്ങി വരാം. എഫെസ്യ ലേഖനം 4:17. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. മനസ്സിലായോ? പുതിയ സൃഷ്ടിയായി തീർന്ന വിശ്വാസികളോട് പറയുകയാണ്, നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ഇനി ജീവിക്കരുത്. അവര് വഷളായിപ്പോയ മനുഷ്യരാണ്. നമ്മളാരാ? ബോധം വേണം. നമ്മളാരാ?
രക്ഷിക്കപ്പെട്ടതാണെങ്കിലേ ഇത് കാര്യമുള്ളൂ. രക്ഷിക്കപ്പെട്ടവരോട് ദൈവവചനം പറയും, നിങ്ങളുടെ സഭയേതോ മതമേതോ ജാതിയേതോ ഇതൊന്നും എനിക്ക് വിഷയമല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുന്നു. എന്തു പറയുന്നു? ജാതികൾ നടക്കുന്നത് പോലെ ഇനി നിങ്ങൾ ചിന്തിച്ചാൽ മതി. വസ്ത്രധാരണം, ജീവിത ശൈലികൾ, തിരിച്ചറിയാൻ പറ്റില്ലാത്ത ജീവിതം, അത് നമുക്കുണ്ടാകരുത്. ജാതികൾ നടക്കുന്നത് പോലെ നടക്കരുത് ദൈവജനത്തോട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. 22, 24 ഒന്ന് വായിച്ചു നോക്കി. 22, 24 അവിടെ പറയുന്നത് എന്താണ്? 21 മുതൽ ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചോൾവീൻ. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവരോട് പറയാണ്, നാം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. നാം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരായ വിശ്വാസികൾ, യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന വിശ്വാസികൾ ഇനി ജാതികൾ നടക്കുന്നത് പോലെ നടക്കരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ പുതിയ മനുഷ്യനെ എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ ലോകം കാണണം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, അടയാളമാണെന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയ മനുഷ്യനെ കാണണം നമ്മുടെ സമൂഹം നമ്മിലൂടെ. തീർന്നില്ല, നമ്മെ പുതിയ മനുഷ്യനാക്കി തീർത്തിട്ട് എന്ത് ധരിച്ചിരിക്കുന്നു? പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അതിൻ്റെ പേര് യെശയ്യാവ് 61:10 പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിപ്പിക്കുന്നില്ല. യെശയ്യാവ് 61:10 വായിച്ചു നോക്കി. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു, നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. രക്ഷാവസ്ത്രം, അതാണ് മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ എന്തു കൊടുക്കാൻ പറഞ്ഞു? അവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് എന്തു കൊടുക്കാൻ പറഞ്ഞു? നല്ല വസ്ത്രം ധരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അഴുക്ക് ജാലുകളിൽ കിടന്നവരായിരുന്നു. സുവിശേഷത്തിന്റെ ശബ്ദം കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നാം നടന്നു വന്നപ്പോൾ നമ്മുടെ പിതാവ് നമുക്കൊരു പുതിയ ഉടുപ്പ് തന്നു. അതാണ് പുത്രനെ തകർത്തുകൊണ്ടുണ്ടാക്കിയ രക്ഷയുടെ വസ്ത്രം. നാം ഇട്ടിരിക്കുന്ന ബ്രാൻഡഡ് ഷർട്ടുകളെക്കാൾ, നമുക്ക് അലമാരികളിൽ മടക്കി വെച്ചിരിക്കുന്ന ബ്രാൻഡഡ് ഷർട്ട് വസ്ത്രങ്ങളെക്കാൾ ലോകത്തിലെ ഒരു മനുഷ്യനും മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്ത സ്വർഗത്തിലെ ദൈവം തയ്ച്ച, കാൽവറി ക്രൂശിൽ തയ്ച്ചെടുത്ത നീതിയുടെ വസ്ത്രം, രക്ഷാവസ്ത്രം, അതാണ് നമുക്ക് തന്നിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് പറയാണ് യാക്കോബിന്റെ ലേഖനം 1:27 വായിച്ചിട്ടുണ്ടോ? അവിടെ വായിച്ചിട്ടുണ്ടോ? അവിടെ വായിക്കുന്നത് എന്താണ് സഹോദര? അത് വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യാക്കോബിന്റെ ലേഖനം 1:27 വായിക്കാം. ദൈവത്തോടുള്ള ഭക്തിയോ അല്ലേ? ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ അനാഥരെയും വിധവന്മാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. മനസ്സിലായോ? ലോകത്തിൽ നിന്നുള്ള കളങ്കം, കറ ഈ വസ്ത്രത്തിൽ പറ്റരുത്. ഇനി ഞാൻ ഇട്ടിട്ട് വന്ന ഡ്രസ്സിൽ ഇതിന്റെ മുന്നിൽ വെച്ച് ഒരു കറ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ. പ്രസംഗിക്കാൻ വരുന്ന പ്രസംഗകൻ ഇവിടെ ഒരു പാടുമായിട്ട് വന്ന നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കുമോ? ഇവിടെ നോക്കുമോ? നിങ്ങൾ ഇവിടെ നോക്കൂ. പ്രിയപ്പെട്ടവരെ, നല്ല വസ്ത്രത്തിൽ കറയാകുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷാവസ്ത്രത്തിൽ ലോകത്തിലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുക. ലോകത്തിൽ നിന്നുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുക, കറ പറ്റാതെ സൂക്ഷിക്കുക. മനസ്സിലായോ? പല കറയും പറ്റിയിട്ടും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് നാം. പ്രിയപ്പെട്ടവരെ, കറ പറ്റാതെ ഈ തന്നിരിക്കുന്ന രക്ഷാവസ്ത്രത്തിൽ കറ പറ്റാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു. കൊലോസ്യ ലേഖനം 3:5-10 അവിടെ പറയുന്നത്, നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ, വായിപ്പിക്കുന്നില്ല, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി, ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി വ്യക്തമായിട്ട് ഈ ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? ഒന്ന്, പാപത്തിൻ്റെ ശക്തി. പാപം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നാം പാപിയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുക. ഒരു പുതിയ സൃഷ്ടിയായി തീർന്നാൽ ഒരു പുതിയ വസ്ത്രം നമുക്ക് തരുന്നു, രക്ഷാവസ്ത്രം. ആ രക്ഷാവസ്ത്രം ധരിച്ച് ലോകത്തിലുള്ള കളങ്കമേൽക്കാതെ ജീവിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കുവാനും ചെയ്യുന്നു.
ഇന്നെൻ്റെ വചനം കേട്ട ആരെങ്കിലും ഞാനൊരു പാപിയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഞാനൊരു പാപിയാണെന്നുള്ള ബോധമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മൗനമായി എന്നോട് ചേർന്ന് ഇങ്ങനെ പറയാൻ കഴിയുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാഥ, എന്നെ രക്ഷിക്കണം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാപമോചനം നൽകിയിട്ടുണ്ട്. നിങ്ങളത് വെളിപ്പെടുത്തുക നിങ്ങളുടെ ദൈവദാസന്മാരുടെ മുമ്പിൽ. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ ഈ സമയം വരെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു വേഗം വരുന്നു.